IPL സീസണുകൾക്കിടയിൽ ആരാധകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് താരക്കൈമാറ്റങ്ങൾ. അടുത്ത സീസണിന് മുന്നോടിയായി വലിയൊരു താരക്കൈമാറ്റം നടക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചാ വിഷയമായിരിക്കുന്നത്. രാജസ്ഥാൻ റോയൽസിന്റെ നായകനും ഇന്ത്യൻ ക്രിക്കറ്റിലെ യുവപ്രതിഭയുമായ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയേക്കുമെന്ന അഭ്യൂഹങ്ങളാണ് ഈ ചർച്ചകൾക്ക് കാരണം. എന്നാൽ ഈ വാർത്തകളെ സംബന്ധിച്ച് CSKയുടെ സ്പിന്നർ അശ്വിൻ നടത്തിയ പ്രതികരണങ്ങൾ ഈ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അശ്വിൻ ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരിച്ചത്. സഞ്ജുവിനെ ട്രേഡ് ചെയ്താൽ അതേ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു താരത്തെ രാജസ്ഥാന് ലഭിക്കാൻ സാധ്യത കുറവാണ്. മാത്രമല്ല CSK സാധാരണയായി ട്രേഡിംഗിൽ വിശ്വസിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. അശ്വിന്റെ ഈ വാക്കുകൾ കേവലം ഒരു അഭിപ്രായം മാത്രമല്ല, ഇരു ടീമുകളുടെയും തന്ത്രങ്ങളെയും നിലപാടുകളെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു വിശകലനം കൂടിയാണ്. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ നട്ടെല്ലാണ്. ക്യാപ്റ്റൻ എന്ന നിലയിലും പ്രധാന ബാറ്റ്സ്മാൻ എന്ന നിലയിലും സഞ്ജു ടീമിന് നൽകുന്ന സംഭാവനകൾ വളരെ വലുതുമാണ്. എന്നിരുന്നാലും ഫ്രാഞ്ചൈസികൾക്കുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അടുത്ത സീസണിൽ ടീം ഘടനയിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളോ ഈ കൈമാറ്റ ചർച്ചകൾക്ക് പിന്നിലുണ്ടാകുമോ എന്നതും വ്യക്തമല്ല. അതേസമയം CSK സംബന്ധിച്ചിടത്തോളം MS ധോണിയുടെ പിൻഗാമിയായി ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജുവിനെ പോലെ ഒരു താരത്തെ ലഭിക്കുന്നതും വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഇതിനു മുമ്പും ധോണിയുടെ പകരക്കാരനെ കുറിച്ച് ചർച്ചകൾ വന്നപ്പോൾ സഞ്ജുവിന്റെ പേര് ഉയർന്നു വന്നിരുന്നു. സഞ്ജുവിനെ CSKയിലേക്ക് മാറ്റുന്നതിന് മുന്നിൽ വലിയൊരു തടസ്സമുണ്ട്. ഈ ട്രേഡ് നടക്കണമെങ്കിൽ സഞ്ജുവിന് പകരമായി ഒരു പ്രമുഖ താരത്തെ രാജസ്ഥാൻ റോയൽസിന് ലഭിക്കേണ്ടതുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം രാജസ്ഥാൻ ആവശ്യപ്പെട്ട താരങ്ങൾ ആരെല്ലാം എന്ന് പരിശോധിക്കുമ്പോൾ ഈ ട്രേഡിന്റെ സാധ്യതകൾ കൂടുതൽ മങ്ങുന്നു. CSKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓൾറൗണ്ടർമാരിൽ ഒരാളാണ് ജഡേജ. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ്, ബോളിംഗ്, ഫീൽഡിംഗ് പ്രകടനങ്ങൾ ടീമിന്റെ വിജയത്തിൽ നിർണായകമായ പങ്കും വഹിക്കുന്നുണ്ട്. മധ്യനിരയിൽ അതിവേഗം റൺസ് നേടാൻ കഴിവുള്ള താരമാണ് ശിവം ദുബെ. കഴിഞ്ഞ സീസണുകളിലെല്ലാം അദ്ദേഹം CSKയുടെ വിജയങ്ങളിൽ നിർണായകമായ പങ്കും വഹിച്ചിട്ടുണ്ട്. ധോണിക്ക് ശേഷം CSKയുടെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്ത ഋതുരാജ് ടീമിന്റെ ഭാവി ക്യാപ്റ്റനായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. മികച്ച ഫോമിൽ കളിക്കുന്ന ഋതുരാജിനെ വിട്ടുകൊടുക്കാൻ CSK ഒരു തരത്തിലും തയ്യാറല്ല. ഈ താരങ്ങളെ കൈമാറാൻ CSK തയ്യാറല്ലെന്ന് അറിയിച്ചതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അശ്വിന്റെ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ പ്രസക്തിയേറുന്നത്. ജഡേജയോ ദുബെയോ ഋതുരാജിനെയോ പോലെ ടീമിന്റെ വിജയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന കളിക്കാരെ CSK ഒരിക്കലും കൈമാറ്റം ചെയ്യില്ലെന്നും അശ്വിൻ ഉറപ്പിച്ചു പറയുന്നു. അശ്വിന്റെ അഭിപ്രായത്തിൽ സഞ്ജുവിനെ പോലെ ഒരു താരത്തെ ട്രേഡ് ചെയ്യുന്നതിലൂടെ രാജസ്ഥാൻ റോയൽസിന് വലിയ നേട്ടങ്ങളൊന്നും ലഭിക്കാനും പോകുന്നില്ല. ഒരു ഫ്രാഞ്ചൈസിയുടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജുവിന്റെ സ്ഥാനവും കളിക്കാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനവും അളവറ്റതാണ്. മറ്റൊരു താരത്തെ ലഭിച്ചാലും അത് സഞ്ജു ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഉണ്ടാക്കുമോ എന്നതും സംശയമാണ്. അതുപോലെ CSK സംബന്ധിച്ച് സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങളെ നിലനിർത്തുന്നതാണ് അവരുടെ നയം. ഒരു താരത്തെ ട്രേഡ് ചെയ്യുമ്പോൾ ആ താരത്തിന്റെ മികവ് മാത്രമല്ല, ടീം കെമിസ്ട്രിയും അതിന് ലഭിക്കുന്ന പിന്തുണയും പ്രധാനമാണ്. നിലവിലെ ടീമിലെ പ്രധാന കളിക്കാരെ ഒഴിവാക്കി ഒരു പുതിയ താരത്തെ കൊണ്ടുവരുന്നത് ടീമിന്റെ സ്ഥിരതയും ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ CSK ഇത്തരം ട്രേഡുകളിൽ താല്പര്യമില്ലാത്തവരാണ്. ചുരുക്കത്തിൽ സഞ്ജു സാംസൺ CSKയിലേക്ക് മാറുമെന്ന അഭ്യൂഹങ്ങൾക്ക് നിലവിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഇരു ടീമുകൾക്കും ഈ കൈമാറ്റം കൊണ്ട് കാര്യമായ നേട്ടങ്ങളൊന്നും ഇല്ലെന്നും പ്രത്യേകിച്ച് CSK തങ്ങളുടെ പ്രധാന താരങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തതിനാൽ ട്രേഡ് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നുമാണ് അശ്വിന്റെ വിശകലനം വ്യക്തമാക്കുന്നത്. ഈ സീസണിൽ സഞ്ജു രാജസ്ഥാൻ റോയൽസിന്റെ നായകനായി തുടരുമെന്നാണ് നിലവിലെ സൂചനകളും.